തമിഴ്നാടിൻ്റെ തലൈനഗരം, ചരിത്രവും പൈതൃകവും ഇരമ്പുന്ന ചെന്നൈ. ഒരു കാലത്ത് മദ്രാസ് എന്ന് നമ്മൾ വിളിച്ചിരുന്ന നിരവധി മലയാളികൾ അന്നം തേടി വണ്ടിയിറങ്ങിയ നാട്. ആത്മീയതയുടെ സുഗന്ധം പരത്തുന്ന നിരവധി സൂഫി വര്യന്മാർ അന്തിയുറങ്ങുന്ന അനുഗ്രഹീത മണ്ണ്. അത്തരത്തിൽ ചെന്നൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സൂഫി ദർഗകളെയും അവയുടെ ചരിത്രത്തിലേക്കുമാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك. റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 371ാമത്തെ എപ്പിസോഡ്. നാം ഇപ്പോൾ എത്തിയിട്ടുള്ളത് തമിഴ്നാടിൻ്റെ ഹൃദയമിടിപ്പായ പൈതൃകം തുടിക്കുന്ന തലസ്ഥാന നഗരിയായ ചെന്നൈയിലെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ്. ഒരുപക്ഷെ മലയാളിക്ക് ഇത്രയേറെ പരിചിതമായ മറ്റൊരു അന്യസംസ്ഥാന നഗരമുണ്ടാവില്ല. പ്രതീക്ഷകളെ നെഞ്ചിലേറ്റി ഒരു കാലത്ത് മദ്രാസിലേക്ക് വണ്ടി കയറിയത് ലക്ഷക്കണക്കിന് മലയാളികളായിരുന്നു. ജാതിയും മതവുമൊന്നും നോക്കാതെ അന്നം തേടി വന്നവരെയെല്ലാം ഇരു കയ്യും നീട്ടി സ്വീകരിച്ചു ഈ നാട്. എന്നാൽ ആധുനിക നഗരത്തിൻ്റെ തിരക്കുകൾക്കപ്പുറം ആത്മീയതയുടെയും ശാന്തിയുടെയും വലിയൊരു ചരിത്രം കൂടി ഈ ചെന്നൈക്ക് പറയാനുണ്ട്. നൂറ്റാണ്ടുകളായി ഈ നഗരത്തിന് കാവലായി നിൽക്കുന്ന ഇവിടുത്തെ ജനങ്ങളുടെ പ്രാർത്ഥനകൾക്ക് തണലായി മാറുന്ന പ്രധാനപ്പെട്ട 6 ദർഗകളെയാണ് ഇന്നത്തെ നമ്മുടെ യാത്രയിൽ നാം പരിചയപ്പെടുത്തുന്നത്. തൊട്ടു മുമ്പുള്ള എപ്പിസോഡിൽ ചെന്നൈയിലെ ചില പ്രധാനപ്പെട്ട ദർഗകളും കാഴ്ചകളും ഒന്നിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കിയെന്നോണം മക്കാമുകളെ മാത്രമുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ചെന്നൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ്. ഇവിടുന്ന് ചെന്നൈ നഗരത്തിൻ്റെ ഏത് ഭാഗത്തേക്കും ട്രെയിന്, ലോക്കൽ ട്രെയിനുകൾ, മെട്രോ, ബസ് തുടങ്ങിയ ഗതാഗത സംവിധാനങ്ങൾ ധാരാളമുണ്ട്. ഒന്നാമതായി തമിഴ്നാട്ടിലെ ഏറ്റവും വലിയതും പ്രധാനപ്പെട്ടതുമായ മക്കാമായ സ്വഹാബി വര്യർ തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമ്. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ബസ് കയറി കോയമ്പേട് ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ കോയമ്പേട് ബസ് സ്റ്റാൻഡിൽ നിന്ന് കോവളത്തേക്ക് ബസ് കിട്ടും. കോവളത്താണ് തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമ്. ഡയറക്റ്റ് കോവളത്തേക്ക് ബസ് കിട്ടുന്നില്ലെങ്കിൽ പോണ്ടിച്ചേരി പോകുന്ന ബസ് കയറി കോവളം ഹൈവേ ജംഗ്ഷനിൽ ഇറങ്ങിയാൽ ഓട്ടോ ലഭ്യമാണ് മക്കാമിലേക്ക്. ഈ ദർഗയെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ നമ്മുടെ മുമ്പ് ചാനലിൽ ചെയ്തതുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. രണ്ടാമത്തേത് മൗണ്ട് റോഡ് ദർഗ. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ നിന്ന് ബ്ലൂ ലൈൻ മെട്രോ കയറിയിട്ട് LIC എന്ന സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ LIC സ്റ്റേഷനിൽ നിന്ന് അല്പദൂരം മാത്രം നടക്കാനുള്ളൂ ഈ ദർഗയിലേക്ക്. നമ്മുടെ മുമ്പിലായി കാണുന്നതാണ് ദർഗ. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് മഹാനായ ഹസ്രത്ത് സയ്യിദ് മൂസ ഷാ ഖാദിരി അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു എന്നിവരുടെ മക്കാമാണ്. വിശുദ്ധ മദീനയിൽ ജനിച്ച മഹാനുഭാവൻ ഉപരിപഠനാർത്ഥം ബഗ്ദാദിലെത്തുകയും അവിടെ നിന്നാണ് പ്രത്യേക നിർദ്ദേശപ്രകാരം ചെന്നൈയിലേക്ക് എത്തിച്ചേരുന്നത്. ചെന്നൈയിലെത്തിയ ആബാലവൃദ്ധൻ ജനങ്ങൾക്ക് ആത്മീയ നായകനായി പ്രവർത്തിക്കുകയും പിന്നീട് ഇവിടെ തന്നെ വഫാത്തായി മറവ് ചെയ്യുകയും ചെയ്തു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റോഡ് വീതി കൂട്ടുന്നതിനായി ഈ മക്കാമ് പൊളിക്കാൻ തീരുമാനിക്കുകയും അത് പണി തുടങ്ങിയ സമയത്ത് തന്നെ മണ്ണിൽ നിന്ന് രക്തം പുറത്തു വരികയും ഭയന്നോടിയ തൊഴിലാളികൾ പണി നിർത്തുകയും അവസാനം ഉദ്യോഗസ്ഥർക്ക് ഈ പ്രവൃത്തി നിർത്തിവെക്കാൻ അവർ നിർബന്ധിതരാകുകയും ചെയ്തു എന്ന് ചരിത്രങ്ങളിൽ കാണാവുന്നതാണ്. 1940 ചെന്നൈയിൽ കനത്ത വെള്ളപ്പൊക്കമുണ്ടായി വൈദ്യുതിയെല്ലാം തടസ്സപ്പെട്ട സമയത്തും ദർഗയിലെ ലൈറ്റുകൾ ഓഫാവാതെ പ്രകാശിച്ചിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണുന്നു. അള്ളാഹു ഈ മഹാൻ്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മൂന്നാമത്തെ സിയാറത്ത് കേന്ദ്രം ഇവിടെ നിന്ന് അല്പദൂരം ഏകദേശം 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്ന ചെന്നൈയിലെ തന്നെ ഏറ്റവും വലിയ മസ്ജിദായ വല്ലാജ ബിഗ് മോസ്കിലേക്കാണ്. അവിടെ ഒരുപാട് മഹാരഥന്മാർ അന്തിയുറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആർക്കാട് നവാബുമാരുണ്ടാക്കിയ ട്രിപ്ലിക്കൻ വല്ലാജ ബിഗ് മോസ്ക്. ഇതിൻ്റെ പരിസരത്ത് നമുക്ക് ഒരുപാട് മഹാരഥന്മാരുടെ മക്ബറുകൾ കാണാൻ കഴിയും. ഇതിൻ്റെ മാത്രം ഒരു വീഡിയോ മുമ്പ് നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നൽകുന്നുണ്ട്. ഇവിടെ മഹാനായ അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് മഹാന്മാരുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന ഖബർ അത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക നേതാവായ ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബിൻ്റെ ഖബറാണ്.
ഇവിടേക്ക് നമുക്ക് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് നിന്ന് ബസ് വഴി വരാവുന്നതാണ്. മെട്രോ ട്രെയിൻ വഴി വരുന്നവർ LICയിൽ ഇറങ്ങിയാൽ ഏകദേശം 1 കിലോമീറ്റർ നടക്കേണ്ടി വരും. ഇനി 4ാമത്തെ ദർഗ ചെന്നൈ എഗ്മോറിലുള്ള മോത്തി ബാബ ദർഗയാണ്. ചെന്നൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ റെയിൽവേ സ്റ്റേഷനാണ് ചെന്നൈ എഗ്മോർ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 800 മീറ്റർ മാത്രം നടന്നാൽ ഈ കാണുന്ന മോത്തി ബാബ ദർഗയിൽ എത്തിച്ചേരാൻ കഴിയും. ചെന്നൈ എഗ്മോർ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടരികിലാണ്, അടുത്തായിട്ടാണ് ഈ മക്കാം സ്ഥിതി ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് മാത്രമുള്ള ഒരു വിശദമായ വീഡിയോ കുറച്ച് മുമ്പ് ചെയ്തതുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് നൽകുന്നതാണ്. മോത്തി ബാബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മഹാനുഭാവൻ നാഗപട്ടണത്തിൽ നിന്നാണ് ചെന്നൈയിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ് ചരിത്രം. ഏകദേശം 375 വർഷോളം മഹാനുഭാവൻ ജീവിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. മാനസികമായ പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും അനുഭവിക്കുന്നവർക്ക് വലിയ ഫലം ലഭിക്കുന്ന ഒരു മക്കാമ് കൂടിയാണ് ഈ മക്കാം. ചെന്നൈ സെൻട്രലിൽ നിന്ന് മെട്രോ, ലോക്കൽ ട്രെയിൻ, ബസ് വഴിയെല്ലാം ചെന്നൈ എഗ്മോറിലേക്ക് എത്തിച്ചേരാൻ കഴിയും. 5ാമതായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് പല്ലാവരം ദർഗ. ചെന്നൈ എഗ്മോറിൽ നിന്നോ സെൻട്രൽ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള പാർക്ക് സ്റ്റേഷനിൽ നിന്നോ ലോക്കൽ ട്രെയിൻ വഴി പല്ലാവരം സ്റ്റേഷനിൽ എത്തിച്ചേരാൻ പറ്റും. പല്ലാവരത്ത് നിന്ന് ബസ് വഴി 7 രൂപ കൊടുത്താൽ ദർഗയുടെ സമീപത്ത് എത്താൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് മഹാനായ ഹസ്രത്ത് സയ്യിദ് ബദറുദ്ദീൻ ഷഹീദ് ബാബ റളിയല്ലാഹു അൻഹുവിൻ്റെ ദർഗയിലേക്കാണ്. ബഹുമാനപ്പെട്ടവർ AD 17ാം നൂറ്റാണ്ടിൽ 1646 ചെന്നൈ സ്വന്തം ഭാഗം അന്ന് പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു. അന്ന് ഗോൽക്കൊണ്ട സുൽത്താൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം, ഒരു സൈന്യം പോർച്ചുഗീസുകാരെ ആക്രമിച്ചപ്പോൾ അന്നത്തെ ഗോൽക്കൊണ്ട സുൽത്താൻ്റെ സേനയിലെ സൈനാധിപനായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് ബദറുദ്ദീൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചുകൊണ്ട് തിരിച്ചു വരുന്നതിനിടെ പോർച്ചുഗീസുകാരുടെ പെട്ടെന്നുള്ള ആക്രമണത്തിൽ ബഹുമാനപ്പെട്ടവർക്ക് പരിക്കേൽക്കുകയും അങ്ങനെ പരിക്കേറ്റിട്ടും ആത്മശക്തിയോടുകൂടി കുതിരപ്പുറത്ത് സഞ്ചരിച്ച ബഹുമാനപ്പെട്ടവർ പല്ലാവരത്തെത്തിയ സമയത്ത് അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു, വഫാത്ത് ഷഹീദാവുകയും ചെയ്തു എന്നാണ് ചരിത്രം. അങ്ങനെ പല്ലാവരത്തെ ഇവിടെ ബഹുമാനപ്പെട്ടവരെ മറവ് ചെയ്തു. പിന്നീട് അവിടുത്തെ സഹോദരനും മാതാവുമൊക്കെ ഇവിടെ താമസമാക്കുകയും അവർ വഫാത്തിന് ശേഷം 2 ഭാഗത്തായി ഇന്ന് അവരുടെ മക്ബറ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവരുടെ കുതിരയുടെ മക്ബറ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാം. അവരുടെ ഒരു തത്തയുണ്ടായിരുന്നു, ആ തത്തയുടെ മക്ബറയും ഖബറും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഈ കെട്ടിനുള്ളിൽ സയ്യിദ് ഹസ്രത്ത് ദരിയ ബീവി, തൊട്ടപ്പുറത്തായിട്ട് ദിൽഷാർ അലി ഷാ ഖാദിരി എന്നിവരുടെ മക്ബറയും ഉണ്ട്. അള്ളാഹു ഇവിടെയുള്ള മഹാന്മാരുടെയൊക്കെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇനി നമ്മൾ 6ാമതായി സിയാറത്തിന് പോകുന്നത് സാൻലി ഹോസ്പിറ്റൽ ദർഗയിലേക്കാണ്. ചെന്നൈയിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന മെഡിക്കൽ കോളേജുകളിലൊന്നായ ചെന്നൈയിലെ സാൻലി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത്. ഇതാണ് മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിലുള്ള ദർഗ. 1797 ഈസ്റ്റ് ഇന്ത്യ കമ്പനി നാട്ടുകാർക്ക് വേണ്ടി നിർമ്മിച്ച ചെറിയ ഒരു ചികിത്സാ കേന്ദ്രമായിരുന്നു ഇത്. ഈ ഹോസ്പിറ്റൽ ഇവിടെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ബഹുമാനപ്പെട്ട തുറാബുദ്ദീൻ റളിയല്ലാഹു അൻഹു എന്നിവരുടെ ദർഗ ഇവിടെ സ്ഥിതി ചെയ്തിരുന്നു. പിന്നീട് 1938 ഇത് ഹോസ്പിറ്റൽ വിപുലീകരിച്ച സമയത്ത് ദർഗ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാവുകയാണ് ഉണ്ടായത്. അന്നത്തെ മദ്രാസ് ഗവർണറായിരുന്ന സർ ജോർജ് സ്റ്റാൻലിയുടെ അവരോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ സ്ഥാപനത്തിന് സാൻലി മെഡിക്കൽ കോളേജ് എന്ന് പേര് നൽകിയത്. ചുരുക്കത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നിലവിലുണ്ടായിരുന്ന ദർഗയ്ക്ക് ചുറ്റുമാണ് പിൽക്കാലത്ത് സ്റ്റാൻലി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ വികസിച്ചു വളർന്നത്. അതുകൊണ്ടാണ് ഇത് കോമ്പൗണ്ടിൻ്റെ ഉള്ളിലായി മാറിയത്. എല്ലാ വർഷവും ഇവിടെ ഉറൂസുകളും മറ്റും നടക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി എത്തുന്ന ധാരാളം രോഗികളും അവരുടെ ബന്ധുക്കളും ദർഗയിലെത്തുകയും നേർച്ചകൾ നേരുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ പല നാടുകളിൽ നിന്നും ഒരുപാട് തീർത്ഥാടകർ ഇവിടെ സിയാറത്തിനായി എത്തുന്നു. അള്ളാഹു ഈ മഹാൻ്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. നമുക്ക് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് ബസ് വഴി ഇവിടേക്ക് വരാവുന്നതാണ്. സാൻലി ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ
കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ഈ ദർഗയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. 6 രൂപയാണ് അവിടെ നിന്ന് ഇവിടേക്കുള്ള ബസ്സിൻ്റെ ചാർജ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട ചെന്നൈയിലെ 6 ദർഗകളാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും ചെന്നൈ നഗരത്തിൽ ഒരുപാട് മഹാന്മാരുടെ മക്ബറകളുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് സൗകര്യം പോലെ നമുക്കതും പരിചയപ്പെടുത്താം. നമ്മുടെ അജ്മീറിലേക്കുള്ള യാത്രയുടെ മധ്യയാണ് ഒന്നാമത്തെ ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ ചെന്നൈയിൽ ഇറങ്ങിയത്. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ ആഗ്രയിലേക്കാണ് പോകുന്നത്. അവിടുത്തെ സിയാറത്തുകളും മറ്റുമൊക്കെ അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ കാണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.